സുമങ്ങളുമാ കാന്തപുരം വരവാൻ മാനസഭൂമികയിൽ സ്നേഹതുഷാരമാ മാനവമോചന കാവ്യം മനമിൽ സാന്ത്വനമന്ത്രം മാനവമോചന കാവ്യം മനമിൽ സാന്ത്വനമന്ത്രം ശാന്തി സുമങ്ങളുമാ കാന്തപുരം വരവാൻ മാനസഭൂമികയിൽ സ്നേഹതുഷാരമാ ഊഷരഭൂവുകൾ ഉഴുതുമറിച്ചു തളിച്ചിടണം സലിലം ദേശമിലുന്മയിറുത്തു നടുന്നിവർ മാനവ സ്നേഹഫലം ഊഷരഭൂവുകൾ ഉഴുതുമറിച്ചു തളിച്ചിടണം സലിലം ദേശമിലുന്മയിറുത്തു നടുന്നിവർ മാനവ സ്നേഹഫലം കടുത്ത വിദ്വേഷത്തിൻ വിത്തുകൾ അടർത്തി മാറ്റിടണം തളിർത്തു മാനവ സൗഹൃദ പൂവനി പടർത്തുവാൻ ശപഥം മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ അകമിൽ സഹജീവി സ്നേഹ സുമംഗ വിടരട്ടെ കേരള യാത്ര സിന്ദാബാദ് കേരള യാത്ര സിന്ദാബാദ് കേരള യാത്ര സിന്ദാബാദ് കേരള യാത്ര സിന്ദാബാദ് ശാന്തി സുമംഗലുമായി കാന്തപുരം വരവായി മാനസഭൂമികയിൽ സ്നേഹതുഷാരമാ തുരത്തിടും നാം അക്രമ ചെയ്തികൾ അറുത്തു മാറ്റിടണം കറുത്ത കാമ കണ്ണുകൾ ദീപാങ്കുരങ്ങളാക്കിടണം തുരത്തിടും നാം അക്രമ ചെയ്തികൾ അറുത്തു മാറ്റിടണം ഇന്നത്തെ ഈ കലുഷിതമായ കാലഘട്ടത്തിൽ സംഘർഷനിർഭരമായ അന്തരീക്ഷത്തിൽ സത്യം എന്താണോ അത് മറക്കപ്പെടുകയും ഇല്ലാത്തതെന്താണോ അത് പ്രചരിക്കപ്പെടുകയും വിശ്വസിക്കപ്പെടുകയും ചെയ്തൊരു കാലഘട്ടത്തിൽ മനുഷ്യനായ ദൈവം സൃഷ്ടിച്ച എല്ലാവർക്കും അവരുടെ മതത്തിൽ വിശ്വസിക്കാനും ജീവിക്കാനും സേവിക്കാനും അവകാശമുണ്ട് എന്ന നിതാന്ത സത്യത്തിന് അതെല്ലാം അറിയുന്നതുകൊണ്ട് വിശ്വാസങ്ങൾ പുലർത്തുന്നവർ ശത്രുക്കളാണെന്നും വൈരാഗ്യം പുലർത്തേണ്ടവരാണെന്നും സമൂഹത്തിന്റെ ചാലകശക്തി സ്നേഹവും ബഹുമാനവും ആദരവുമല്ല അത് നിരാന്തര സംഘർഷമാണ് എന്നും പ്രചരിപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങിയിട്ടുള്ള കുറെ ആളുകൾ കുറെ സംഘടനകളും ശക്തിയായി പ്രവർത്തിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ യാത്ര ആവശ്യമാണ്. മാനവികതയുടെ ഒരു ചെറിയ ഉദാഹരണം ഇസ്ലാം പഠിപ്പിക്കുന്നു. ഒരാൾ സ്വന്തം കാശ് കൊടുത്ത് സ്വന്തം ഉടമയിലാക്കിയ ഒരു ഭൂമിയിൽ അദ്ദേഹം സ്വന്തം ചിലവിൽ കിണർ കുഴിച്ചു വെള്ളം കണ്ടു. എന്നാൽ ആ സെക്കൻഡ് മുതൽ ഈ കിണറിൽ നിന്ന് എല്ലാവർക്കും വെള്ളം കുടിക്കാൻ അധികാരമുണ്ട്. ഒരു വ്യക്തിയെയും ഈ കിണറിലെ വെള്ളം കുടിക്കുന്നതിൽ നിന്ന് തടയാൻ പാടില്ല. ഇതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. ഇതെന്തൊരു മാനവികതയാണ്! എന്റെ കിണറാണ്, ഞാൻ കുടിച്ച കിണറാണ്, ആ അധികാരം പിന്നെ ഇല്ല. വെള്ളം കൊടുത്തുകൊള്ളണം. അങ്ങനെ അത്രയും വിശാലമായ വിസ്തൃതമായ മാനവികതയാണ് ഇസ്ലാം
ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ ആദ്യമായി യാത്ര കടന്നപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് മലപ്പുറം ജില്ലയിലെ ജനപ്രതിനിധികളോടാണ്. എല്ലായിടത്തും വെള്ളം ചുരുക്കമായി ജലക്ഷാമം അനുഭവപ്പെടുന്ന ഈ സമയത്ത് മലപ്പുറം ജില്ലയിൽ കൂടുതൽ ജലക്ഷാമമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അടിയന്തരമായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്നതിന് ഗവൺമെന്റ് വഴിയായി തന്നെ വെള്ളം വളരെ പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടുത്തെ ജനപ്രതിനിധികൾ നിർവഹിക്കണം എന്ന് ഞാൻ ആദ്യമായി പറയട്ടെ. ഉണർത്തുപാട്ടിൻ നീണവുമായി വരുന്നിതായി കാന്തപുരം, വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. ഉണർത്തുപാട്ടിൻ നീണവുമായി വരുന്നിതായി കാന്തപുരം, വിശുദ്ധ സൗഹൃദ ദൗത്യവുമായി വിടർന്നിടുന്നു ശാന്തസ്വരം. അഫഅൻത തുക്രിഹുന്നാസ ഹത്താ യകൂനൂ മുഅ്മിനീൻ. ജനങ്ങളെ മുഴുവനാളുകളെയും വിശ്വാസികളാക്കാൻ നിങ്ങൾ നിർബന്ധിക്കുകയോ? അങ്ങനെ ഒരു പരിപാടിയെ ഈ പ്രസ്ഥാനത്തിൽ ഇല്ല. നമ്മുടെ ഈ വേദിയിൽ, നമ്മുടെ ഈ സദസ്സിൽ മതത്തിൽ വിശ്വസിക്കാത്തവരുണ്ടാകാം. മതവിശ്വാസം തന്നെ അന്ധവിശ്വാസമാണ് എന്ന് വിശ്വസിക്കുന്നവർ ഉണ്ടാകാം. ആ വിശ്വാസം പൂർണ്ണമായി അന്ധവിശ്വാസമാണ് എന്ന് വിശ്വസിക്കുന്ന മതവിശ്വാസികളും ഉണ്ടാകാം. സുഹൃത്തുക്കളെ, സ്വാഭാവികമാണ്. പക്ഷെ അവരെല്ലാം മനുഷ്യരാണ്. മനുഷ്യൻ, നിങ്ങൾ നോക്കൂ, വയനാട്ടുകാർ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നു. നാട്ടുകാർ പലരും അവരുൽപ്പാദിപ്പിച്ച കാപ്പി കുടിക്കുന്നു. നമ്മളിൽ പലരും, പാലക്കാട്ടുകാർ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നു. ആ നെല്ല് നാദാപുരത്തുകാരായ ഞങ്ങൾ ധാരാളമായി കഴിക്കുന്നു. ഞങ്ങൾ ചിലപ്പോൾ തെങ്ങ് കൃഷി കുറ്റ്യാടിയിലും മറ്റും നിർവഹിക്കുന്നു. ആ തെങ്ങിൻ്റെ തേങ്ങ വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. മറുഭാഗത്ത് വയനാട്ടിൽ നിന്ന് കൃഷി ചെയ്യുന്ന നല്ല നല്ല കാർഷികോൽപ്പന്നങ്ങൾ നാട്ടിലേക്ക് വരുന്നു. കടലിൽ